ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹൈദരാബാദിലെ ട്രാവൽ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ചെന്നൈയിൽ എൻ്റെ എക്സ്പീരിയൻസിന് വീഡിയോ ഇട്ടിരുന്നത് ഈ ഭാഗത്ത് ഞാൻ കൊടുക്കാം. ഇതിപ്പോൾ രാത്രിയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ റിംഗ് ലൈറ്റിൽ എങ്ങനെ വെച്ച് ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഇവിടേക്ക് വ്യൂസ് കുറവാണെന്നാലും ഇപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൈദരാബാദിലെ വീഡിയോ ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, ഹൈദരാബാദ് തെലങ്കാന. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ് തെലങ്കാന. ഫസ്റ്റ് ഞാൻ കീണത് രാമോജി ഫിലിം സിറ്റിയിലേക്ക് കീണിട്ടുണ്ടായത്. അപ്പോൾ രാമോജിന്ന് ടിക്കറ്റ് അങ്ങനെ എടുത്ത് അതിന് സംതിങ് ആണ് ടിക്കറ്റ് വന്നത്. ഫുള്ളായിട്ടുള്ളതല്ല, രാമോജി ഏതാണ്ട് നല്ല രീതിയിൽ മുതലായിന്. അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിന്, അത് നിങ്ങൾ കണ്ടുനോക്കിയാലും മതി. അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന മുട്ടുകുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ രാമോജി അതങ്ങനെ കണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് കോള് വന്നത്. ഹൈദരാബാദ് തന്നെ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമോജിയിൽ ഞാൻ ബിരിയാണിക്ക് റേറ്റ് ചോദിച്ചപ്പോൾ 300 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ രാമോജി ആയതുകൊണ്ടായിരിക്കും 300 രൂപ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് ഞാൻ നോക്കി. പുറത്ത് ചാർമിനാർ എന്തായാലും പോയിരിക്കേണ്ട സ്ഥലം കൂടിയാണത്. അത് ഹൈദരാബാദിൽ നിന്ന് വരുന്ന സ്ഥലമാണ്. ചാർമിനാർ എന്തായാലും വിസിറ്റ് ചെയ്തേ പറ്റും. അത് ചാർമിനാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ പർച്ചേസിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണത് ചാർമിനാർ. പിന്നെ നിങ്ങൾ ഫുഡ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ പുറത്ത് നല്ല ബിരിയാണി നോക്കിയപ്പോഴത്തേക്ക് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ 300 രൂപ നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി എനിക്ക് കിട്ടി. 10 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അല്ല സോറി, 10 ആളല്ല, 3 ആൾക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അത് ഫുള്ളായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായി എനിക്ക്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് വേറെ മൂടാൻ പോണേ. അടുത്ത ബിരിയാണി, പിന്നെ അവിടുത്തെ ചായ, അതും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ചായ കുറേ പ്രാവശ്യം കുടിച്ചു അവിടുന്ന്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്, ചായയും കടി, അതായത് കടിയല്ല ബിസ്ക്കറ്റ്, അതിൻ്റെ ഒപ്പം ഒരു കോംബോ ആയിട്ട് വരുന്ന ഇതിലുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ഇടാം. പിന്നെ ഹൈദരാബാദ് ബിരിയാണി കഴിക്കേണ്ട മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹോട്ടലിൽ കയറേണ്ട അതിൻ്റെ ലൊക്കേഷനും അതിനായി ഇവിടെ ഇടാം. പിന്നെ ഇപ്പോൾ സൈദാബ് ഹോട്ടലുണ്ട്. നല്ല മട്ടൻ ബിരിയാണി പറഞ്ഞത് നല്ല ഇവിടെ മോശമൊന്നും വരാനൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇത്ര ഇല്ലയോ, നമുക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്താന്ന് മനസ്സിലാകുന്നില്ല പഠിച്ചോനെ. കൂടുതൽ ഇത്രയേ ഉള്ളൂ ഗൈസ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടാവും. ഇതൊക്കെ ഫുള്ള് പോസിറ്റീവായിട്ടാണ് എനിക്ക് ഹൈദരാബാദ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഹൈദരാബാദ് ഫുഡ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ഇട്ട വീഡിയോക്ക് 90 വ്യൂസ് അത്ര. എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ റീച്ച് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇല്ല എന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ എന്തോ ഒരു മടിയുള്ള പോലെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മഴ ഉണ്ടായി ഞാൻ പോയപ്പോൾ, നല്ല മഴ. നനഞ്ഞിട്ട് റൂമിലേക്കാണ് പോയത്. പിന്നെ റൂം ചീപ്പായിട്ട്, അതായത് റൂം ചോദിക്കോളും എല്ലായിടത്തും റൂമിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് 400, 450, 800 വരെ പോകും. 800 രൂപ വരെ റൂമൊന്നും ഞാൻ എടുത്തിട്ടില്ലേ ഇതുവരെ.
ഇനി നെക്സ്റ്റ് വീഡിയോ ചെന്നൈ ഹൈദരാബാദ് ഇത് കഴിഞ്ഞിട്ട് ആഗ്രയിലുള്ള വീഡിയോ നെക്സ്റ്റ് ഞാനിടും. താജ്മഹലും കാര്യത്തിലായിട്ട്. അപ്പോൾ 6 മിനിറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.